Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമുക്ക് അസേർഷൻ റീസൺ ടൈപ്പ് ആയ ഒരു ചോദ്യം നോക്കാം. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഒന്ന് അസേർഷൻ എ, മറ്റൊന്ന് റീസൺ ആർ. ചോദ്യം ഇതാണ്. അസേർഷൻ ക്ലിയർ ആയ സ്കൈയുടെ കളർ ബ്ലൂ ആണ്. റീസൺ ബ്ലൂ കളറിന് റെഡ് കളറിനേക്കാൾ വേവ് ലെന്ത് കൂടുതലാണ്. അതുകൊണ്ട് അപ്പർ അറ്റ്മോസ്ഫിയറിൽ ബ്ലൂ കൂടുതലായി സ്കാറ്റർ ചെയ്യുന്നു. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, അസേർഷനും റീസണും ശരിയാണ്. ഒപ്പം റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ഓപ്ഷൻ ബി, രണ്ടും ശരിയാണ്. പക്ഷേ റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഓപ്ഷൻ സി, അസേർഷൻ ശരിയാണ്. പക്ഷേ റീസൺ തെറ്റാണ്. ഓപ്ഷൻ ഡി, അസേർഷൻ തെറ്റാണ്. പക്ഷേ റീസൺ ശരിയാണ്. ഇതിൽ ഏതാണ് കറക്റ്റ്? നമുക്ക് ഈ കൺസെപ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തു നോക്കാം. സൺലൈറ്റ് അറ്റ്മോസ്ഫിയറിലൂടെ കടന്നുവരുന്ന ഡയഗ്രം നോക്കൂ. അറ്റ്മോസ്ഫിയറിലെ ചെറിയ പാർട്ടിക്കിൾസ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നു അഥവാ വിസരണം ചെയ്യുന്നു. ആദ്യം അസേർഷൻ ചെക്ക് ചെയ്യാം. ഈ പാർട്ടിക്കിൾസ് വേവ് ലെന്ത് കുറഞ്ഞ ബ്ലൂ ലൈറ്റിനെ കൂടുതലായി സ്കാറ്റർ ചെയ്യുന്നു. അങ്ങനെ ആകാശത്തിന് നീല നിറം ലഭിക്കുന്നു. ഇത് നമ്മുടെ അസേർഷനുമായി കൃത്യമായി മാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ അസേർഷൻ ശരിയാണ്. ഇനി റീസൺ ചെക്ക് ചെയ്യാം. റെഡ് ലൈറ്റിന്റെ വേവ് ലെന്ത് ബ്ലൂ ലൈറ്റിനേക്കാൾ ഏകദേശം 1.8 ടൈംസ് കൂടുതലാണ്. അതായത് ബ്ലൂ ലൈറ്റിന്റെ വേവ് ലെന്ത് റെഡ് ലൈറ്റിനേക്കാൾ കുറവാണ്, കൂടുതലല്ല. സോ ബ്ലൂവിന് വേവ് ലെന്ത് കൂടുതലാണെന്ന് പറയുന്ന റീസൺ തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ കൺക്ലൂഷൻ എന്താണ്? അസേർഷൻ ശരിയാണ്. പക്ഷേ റീസൺ തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി മുകളിലെ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യൂ. സൂപ്പർ! നമ്മൾ ഈ കൺസെപ്റ്റ് ക്ലിയർ ആക്കി. ഹാപ്പി ലേണിംഗ്!